ഞാൻ അതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മൺകൂന ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞ 92% മണ്ണ് മാറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കണ്ട സിഗ്നൽ പ്രകാരം കമ്പനി കൊടുത്ത GPS സിഗ്നൽ പ്രകാരം ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു മൺകൂന അത് ഓൾമോസ്റ്റ് നോക്കി, അതിലില്ല. അതിനുശേഷം ഇപ്പുറത്ത് ഏതാണ്ട് സമാനമായ രീതിയിൽ ഒരു വലിയ മൺകൂന പാറക്കഷ്ണങ്ങളൊക്കെ നിൽപ്പായിരുന്നു. ആ മൺകൂനയിലാണ് ഈ പറഞ്ഞ സിഗ്നൽ ഇന്ന് നമ്മൾ ഉരിച്ചോടുകൂടി കണ്ടത്. പക്ഷേ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ മൺകൂന പോലെ മണ്ണ് മാത്രമായിരുന്നില്ല, വലിയ വലിയ പാറകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാറകളൊക്കെ മാറ്റിയുള്ള വളരെ ദുഷ്കരമായ ദൗത്യം നടത്തി 8 മീറ്റർ താഴെ സിഗ്നൽ കണ്ടെത്തി എന്നുള്ളത്. പക്ഷേ അതവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, സാധാരണ നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ട റഡാർ സിഗ്നൽ പോലെ ആയിരുന്നില്ല, അത് ഫീബിൾ ആയിരുന്നില്ല. ഇത് കുറച്ച് സ്ട്രെങ്ത് ഉള്ള എന്താണ്, അതൊരു വാഹനത്തിന്റെ അല്ലെങ്കിൽ ഉറച്ച ലോഹ കഷ്ണം ഉറപ്പിക്കാൻ കഴിയുന്ന സ്ട്രെങ്ത് ഉള്ള സിഗ്നലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ പ്രതീക്ഷാഭാരം അത്രത്തോളമായത്. അതിനുശേഷമാണ് 8 മീറ്ററിലേക്ക് പരിശോധന താഴുകയും അത് വാഹനമല്ല, വണ്ടികളല്ല എന്ന് തിരിച്ചറിയുന്നത്. 2 സിഗ്നൽ ഉണ്ടായിരുന്നു. 2 സിഗ്നലിലും ആ സിഗ്നൽ വലിയ കഥയില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ ആ മൺകൂനയുടെയും പരിശോധന പൂർത്തിയാക്കി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ നടക്കുന്നത് ഈ അതിന് താഴെയാണ് ലക്ഷ്മണന്റെ കട എന്ന് പറയുന്ന ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അർജുൻ അടക്കം ടാങ്കർ ലോറി ഡ്രൈവർമാർ അവിടെ വണ്ടി നിർത്തിയിട്ടിരുന്ന് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള സ്ഥലം കണ്ടെത്തിയിരുന്ന റോഡും ഒരു പാടവും ഒരു പുഴയോട് ചേർന്ന പാടവും ഇപ്പുറത്തൊക്കെയുള്ള ഒരു സ്ഥലം. അപ്പോൾ ഈ ഗംഗണ്ണന്റെ കടയുടെ നേരെ താഴെ, ലക്ഷ്മണന്റെ കടയുടെ നേരെ താഴെ ഒരു പാടമാണ്. ആ പാടത്തേക്ക് മണ്ണിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ടേക്ക് തന്നെ വണ്ടി ഇരുന്ന് പോകുന്ന മട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. അവിടെ മണ്ണ് മാറ്റി തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കൂടുതൽ JCBകൾ ആവശ്യപ്പെടുന്നുണ്ട് മനാഫും സംഘവും. 25 മലയാളി ദൗത്യ സംഘാംഗങ്ങൾ അവിടെയുണ്ട്. അവർ രാത്രിയിൽ നിൽക്കാൻ തൽപരരാണെന്ന് പറയുകയാണ്. അനുവാദമില്ലെങ്കിൽ കൂടി രാത്രി നിൽക്കാമെന്ന് അവർ പറയുകയാണ്. JCBകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ സൈറ്റിൽ നിന്നും. എന്താണ് കാര്യമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇതിന്റെ ഗ്രൗണ്ട് വർക്കിന്റെ ഏതാണ്ട് അവസാന മണിക്കൂറുകളാണ് എന്ന് തോന്നുകയാണ്. ഇവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡും ബാക്കി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഗ്രൗണ്ട് വർക്ക്, ലക്ഷ്മണന്റെ ആ കട, ആ സ്പേസ് കൂടി ആ മണ്ണ് പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കരപരിശോധന ഏതാണ്ട് അവസാനിപ്പിക്കാനാവണം പദ്ധതി. ഇതിനോടകം തന്നെ റവന്യൂ മന്ത്രിയും കളക്ടറും ഒക്കെ കരയിലെ പരിശോധന അവസാനിപ്പിക്കുന്ന സൂചന പലയാവർ നൽകിയതാണ്. കാര്യം ഇനി ഫോക്കസ് വേണ്ടത് ഗംഗാവലി പുഴയിലാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ കരയിലെ പരിശോധന അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത രണ്ടുണ്ട്. ഒന്ന്, അവർക്ക് അതുവഴി ഗതാഗതം കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം ആൾക്കാരെ നോക്കുന്നതിന് പകരം അവിടുത്തെ ഗതാഗത തടസ്സം നീക്കാനാണ് നോക്കിയത് എന്നൊക്കെയുള്ള പരാതികളുണ്ടായിരുന്നു. അതൊക്കെ അതെന്തുമായിക്കോട്ടെ, പക്ഷേ നോക്കാവുന്നതിന് പരമാവധി നമ്മുടെ മലയാളി സംഘമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. അവർ കയ്യും മെയ്യും മറന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഭക്ഷണമില്ലാതെ ഒന്നുമില്ലാതെ അവിടെ നിന്നുകൊണ്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമായ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അനുജ, ഇനി ഒരുപക്ഷെ നാളെ മുതൽ വല്ലതും ഗംഗാവലി പുഴയിൽ തെരച്ചിൽ തുടങ്ങാമെന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ എളുപ്പമേ അല്ല. നമ്മൾ ഈ 7 ദിവസം കണ്ട കാഴ്ചയുടെ അതിനപ്പുറം അതിസങ്കീർണമായ അതിബൃഹത്തായ ഒരു പദ്ധതി, ഒരു പ്ലാൻ അതിനാവശ്യം വരും. ഈ മനുഷ്യവിഭവം മതിയാവില്ല, ഈ യന്ത്രസാമഗ്രികൾ മതിയാവില്ല, ഈ സാങ്കേതിക വിദ്യ മതിയാവില്ല, ഇതൊന്നും മതിയാവില്ല. അതിന് കുറച്ചുകൂടി വിപുലമായ, കുറച്ചുകൂടി മാസീവായ ഒരു തെരച്ചിലാണ്. കാര്യം അതുപോലൊരു പുഴയാണ് ഗംഗാവലി പുഴ എന്ന് പറഞ്ഞാൽ. വലിയ ആഴത്തിൽ, നീളത്തിൽ, പരപ്പിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു വല്ലാത്ത ഭാവത്തിലൊഴുകുന്ന വല്ലാത്തൊരു പുഴയാണ് പുഴ. അവിടെ പരിശോധന തനി സംവിധാനങ്ങൾ മതിയാവില്ല. അപ്പോഴും നമ്മുടെ മനസ്സ് പറയുന്നത് ഗംഗാവലി പുഴയിൽ പരിശോധനയ്ക്ക് മുമ്പ് തന്നെ വീണ്ടും കരയിൽ ഈ ഗംഗണ്ണന്റെ കടയ്ക്ക് താഴെയൊന്നോ മറ്റോ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്ന് മനസ്സിപ്പോഴും പറയുകയാണ് അനുജ. അപ്പോഴാണ് ഈ ടാങ്കറിന്റെ ദൃശ്യങ്ങൾ വന്നത്. 6 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ടാങ്കർ കിടന്നത്. അത്ര ശക്തിയിൽ കുത്തിയൊഴുക്കി അടിച്ചെടുത്ത് പുഴയിലേക്ക് കൊണ്ടുപോയി, പുഴയുടെ അങ്ങേത്തലക്കിലേക്ക് കൊണ്ടുപോയ ടാങ്കറിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കണ്ടത്. ഒരുപാട് ആളുകൾ അത്തരത്തിൽ പോയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഒന്നിനും സ്ഥിരീകരണമില്ല അനുജ. അപ്പോൾ അത്തരത്തിൽ പുഴയിലേക്ക് പോയിട്ടുണ്ട് എന്ന സൂചനകൾക്ക് വലിയ പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ പ്രസക്തി ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ് പ്രതീക്ഷാ പ്രാർത്ഥന. എന്തായാലും 7ാം നാൾ വൈകുന്നേരം 4 മണിയാകുന്നു. ഇവിടുത്തെ സാധാരണ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ കണ്ടത് 8 മണിയാകുമ്പോഴേക്കും ഈ തെരച്ചിൽ അടച്ച് കടമുട്ടുന്ന പരിപാടി നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി. അവരെ കുറ്റം പറയാൻ കരയില്ലെന്ന് തോന്നുന്നു പൂർണ്ണാർത്ഥത്തിൽ. പക്ഷേ അവിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പൊക്കെ ഉണ്ട്. മഴ പെയ്താൽ മണ്ണിടിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടൊക്കെ ആക്കണം രാത്രി നേരത്തെ തന്നെ ആ തെരച്ചിൽ പൂർത്തിയാക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ പല ദുരന്തങ്ങൾ നമ്മൾ രാവും പകലും നോക്കാതെ അവിടെ നിന്നവരാണ്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ചെറിയ സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നത്, ഈ രാത്രി അടച്ചുപൂട്ടി പോകുന്നത് കാണുമ്പോൾ. എന്തായാലും ഇന്ന് മലയാളി സംഘം അവിടെ നിൽപ്പുണ്ടായിരുന്നു. പോലീസ് എത്തി കളക്ടറുടെ ഡിറ്റക്ടറിലൂടെയുള്ള സിഗ്നൽ, അത് ആ ഭാഗത്തുള്ള പരിശോധനയാണല്ലോ ഏറെക്കുറെ പൂർത്തിയായി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി
കരയിൽ കാര്യമായ ഒരു പരിശോധനയ്ക്ക് സ്കോപ്പ് ഇല്ല എന്നാണ്. നമുക്കിതിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുമായി ആരെങ്കിലുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ ഇനി എന്തെങ്കിലും തരത്തിൽ കരയിലെ പരിശോധനയിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടോ? ഉറപ്പായും ആദ്യഘട്ടത്തിൽ പറഞ്ഞ പ്രതീക്ഷ അവർ നിലവിൽ വെച്ച് പുലർത്തുന്നില്ല എന്നതിന് ഉറപ്പായും പറയാം. എന്ന് പറയുമ്പോൾ പോലും ആ കരയുടെ ബാഹുല്യം, മണ്ണിന്റെ ബാഹുല്യം കണക്കിലെടുത്ത് അവിടത്തിനുണ്ടാകാനുള്ള സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴും പറഞ്ഞത്. അതുകൊണ്ടാണ് കര കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നത്. മാത്രമല്ല ആ GPS സിഗ്നലിന്റെ ആ ദിശ അവിടെയായിരുന്നു അനുജ. മാത്രമല്ല ഫോൺ വിളിക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്ന സാഹചര്യമുണ്ട്, വണ്ടി ഓഫായിട്ട് വണ്ടി ഓണാകുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ഈ ഗംഗാവലി പുഴയുടെ ഈ കുത്തൊഴുക്കിലേക്ക് വണ്ടി പോയാൽ സാധ്യമാകുന്ന ഒന്നല്ല. അതുകൊണ്ട് അതാണ് ആദ്യം വന്ന ആ സൂചനകൾ തന്നെയാണ് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പ്രതീക്ഷയിൽ, നിറഞ്ഞ പ്രതീക്ഷയിൽ ഈ കര മേഖലയിൽ തന്നെ വണ്ടിക്ക് വേണ്ടിയുള്ള പരിശോധന അവിടെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഏകദേശം അവിടെ പൂർത്തിയാകുന്നുണ്ട് അനുജ. ഇനി ബാക്കിയുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത്, ഈ ലക്ഷ്മണന്റെ ചായക്കടയും അതിന് താഴെയുള്ള സ്പേസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ സ്പേസ് അല്ല, അതൊരു വലിയ സ്പേസ് ആണ്. ആ വലിയ സ്പേസിൽ കൂടി പരിശോധന പൂർത്തിയാൽ മാത്രമേ വണ്ടി അവിടെ ഇല്ല എന്ന കാര്യം 100% സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, രണ്ട് പ്രധാന മൺകൂനകളിൽ വണ്ടിയില്ല. ആദ്യ മൺകൂനയിൽ വണ്ടിയില്ല എന്ന് ഇന്നലെ തന്നെ ഓൾമോസ്റ്റ് സ്ഥിരീകരിച്ചു. രണ്ടാമത്തെ മൺകൂനയിലാണ് ഈ പറഞ്ഞ സിഗ്നൽ അടക്കം ഇന്ന് കണ്ടത്. എന്തായാലും അവിടെയും ഇന്ന് വണ്ടിയില്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ആ സിഗ്നലുകളാണ് നമുക്ക് കിട്ടിയത്. വണ്ടിയില്ല എന്ന് തന്നെ സ്ഥിരീകരിക്കാം. അതിനുശേഷമാണ് ഇപ്പോൾ ബാക്കി സ്ഥലങ്ങൾ, അതിന് ചുറ്റുമുള്ള എന്ന് പറഞ്ഞാൽ ചുറ്റുമല്ല, അത് കുറച്ചിങ്ങോട്ട് മാറിയാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലം. ആ ചായക്കടയും അതിൻ്റെ താഴെയുള്ള സ്പേസും അവിടെ മണ്ണിങ്ങനെ ഒരു റൂം ഒരു 3-4 പൊക്കത്തിൽ റൂം കണക്കെ മണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ആ മേഖല അറിയാവുന്നവർ പറയുന്നു. അതുകൊണ്ട് അതിനിടയിൽ വല്ല വണ്ടി ഇങ്ങനെ പുതഞ്ഞിരുന്നിട്ടുണ്ടോ എന്ന പ്രതീക്ഷയുടെ പരിശോധന. അതുകൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ കരയിലെ പരിശോധന ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് പിന്നെ ഉണ്ടാവുക. പിന്നെ അവിടെ അധികം നോക്കാനില്ല. ഇപ്പോൾ വൈകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അനുജ, ഇവിടെ മണ്ണെടുത്ത് മാറ്റുന്നത് നേരത്തെ അവിടെ നിന്ന് കുറെ ദൂരത്തിൽ ടിപ്പറിൽ മണ്ണിങ്ങനെ ദൂരെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടിടലാണ്, അങ്ങ് ദൂരെ കൊണ്ടിടലാണ്. പിന്നെ അതേ ടിപ്പർ പോകുന്നു, അത് വരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ മനാഫിന്റെ ഒക്കെ ഐഡിയ പ്രകാരം അവിടുന്ന് മണ്ണെടുത്ത് അവിടെ ഏതോ ഒരു സ്ഥലത്ത് തന്നെ ഇടുകയായിരുന്നു ഇത്രയും ഈ സമയം അത്രയും. അതുകൊണ്ടാണ് അവിടെ പരിശോധനയ്ക്ക് ചെറിയൊരു ത്വരിതഗതി വന്നത്. ഇപ്പോൾ വീണ്ടും ടിപ്പറിൽ മണ്ണുമായി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ വീണ്ടും പഴയപടി പരിശോധന പഴയപടിയാവുകയാണ്. ടിപ്പറിൽ ഒരു വണ്ടി ടിപ്പർ അവിടുന്ന് മണ്ണുമായി പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇതങ്ങ് ദൂരെ റോഡിന്റെ അങ്ങേയറ്റത്ത് കൊണ്ട് ഈ ടിപ്പറിൽ മണ്ണ് തട്ടിയിട്ട് വീണ്ടും ടിപ്പർ വന്ന് അപ്പോൾ അത് ഒരുപാട് സമയം വൈകുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ആ സമയം വൈകലിനൊക്കെ അപ്പുറം ഇനി പരിശോധിക്കാനുള്ള ഏരിയ ഒരു വിശാലമായ ഏരിയ ആണെന്ന് പറയുമ്പോൾ പോലും ആ വിശാലമായ ഏരിയ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അവിടെ കൂടെ പരിശോധിച്ച് വണ്ടിയുടെ ഏതെങ്കിലും സിഗ്നൽ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് കരയിലുള്ള പരിശോധനയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുറത്തുണ്ടെന്ന് എനിക്കറിയില്ല അനുജ, സത്യമായും അറിയില്ല. മാത്രമല്ല അതിനിടയ്ക്ക് AK അഷ്റഫ് പറഞ്ഞത്, MLA പറഞ്ഞത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുള്ളൂ, ഒരു 30-35 മീറ്റർ ആഴത്തിൽ പരിശോധിക്കാൻ കഴിവുള്ള ഒരു റഡാർ സംവിധാനം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചനയുണ്ട്. അതുകൂടി വന്നാൽ ഒരുപക്ഷെ ഈ പുഴയും മണ്ണും ചേർന്ന് കിടക്കുന്ന ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ പുഴയ്ക്കകത്ത് മണ്ണുണ്ടാക്കുന്ന വലിയ ഒരു ദ്വീപ് പോലെ മൺകൂനകൾ, മൺതിട്ടകൾക്കപ്പുറം ഈ പുഴയും ഈ കരയും കൂടി ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് മണ്ണടിഞ്ഞ് വലിയ ഒരു നീളൻ വര പോലെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ അവിടെയാണ് ഡ്രഡ്ജിങ് തന്നെ നടത്തി നോക്കേണ്ടത്. അപ്പോൾ അവിടെ ഡ്രഡ്ജിങ് നടത്തണമെങ്കിൽ ഈ സംവിധാനം ഒന്നുമല്ല ആവേണ്ടത്. അതുമാത്രമല്ല ഈ പുഴയ്ക്കകത്ത് ഒരു തിട്ട എന്ന് പറഞ്ഞാൽ അനുജ 10-30 അടി ആഴത്തിലുള്ള ഒരു പുഴ അത്രയും മണ്ണിൽ നികന്ന് വന്ന് ഈ പുഴയ്ക്ക് മുകളിലേക്ക് ഒരു 1-1.5 പൊക്കത്തിൽ ഇങ്ങനെ വലിയ മൺകൂനയായ ഒരു ദ്വീപ് പോലെ നിൽക്കുകയാണ്. അതിന് രാവിലെ അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തി നിൽക്കുകയും നോക്കുകയും ചെയ്തു. അതൊക്കെ അതിനകത്തൊക്കെ പരിശോധിക്കണമെങ്കിൽ ഈ സംവിധാനം ഒന്നും മതിയാകില്ല. നമ്മുടെ ഈ രക്ഷാപ്രവർത്തകരൊന്നും മതിയാവില്ല, ഈ സംവിധാനങ്ങൾ മതിയാവില്ല. അതിന് വലിയ സംവിധാനങ്ങൾ വേണം. ആ സംവിധാനത്തിലേക്കൊക്കെ ആണോ കാര്യങ്ങൾ പോകുന്നത് അല്പസമയത്തിനകം എന്തായാലും അറിയാം. ഇനിയിപ്പോ ശുഭകരമാണെങ്കിലും അശുഭകരമാണെങ്കിലും ഒരു സൂചന അധികം വൈകാതെ തന്നെ കിട്ടും. അധികം വൈകാതെ തന്നെ സൂചന കിട്ടുമെന്നാണ് ഇപ്പോൾ ഹാഷ്മി പറയുന്നത്. പുഴയോട് ചേർന്നുള്ള വയലിൽ മണ്ണ് നീക്കുന്ന പ്രക്രിയയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. വയൽ ഭാഗത്തേക്ക് വാഹനം മറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി പുഴയിൽ പരിശോധന
പരിശോധന നടത്തേണ്ടതുണ്ടെങ്കിൽ നിലവിലെ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നതുകൊണ്ട് നാളെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം വിവരങ്ങളൊക്കെയാണ് ഏറ്റവും പുതുതായി അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ യന്ത്രങ്ങൾ അനിവാര്യമാണ്, അത് നാളെ എത്തിക്കും എന്ന തരത്തിലേക്ക്. കരയിൽ ലോറി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുഴയിലെ പരിശോധനയിലേക്ക് അത് ഊർജിതമായ രീതിയിൽ തന്നെ അതിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളതിനാൽ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അതാണ് ഇനി നടക്കാനുള്ളത്.